ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ 17-ാമത്തെ അധ്യായത്തിൽ ഒരു വചനം, 17-ാം അധ്യായത്തിൻ്റെ 20-21 വചനം. ശരിക്കും അത് ഇസ്രായേലിൻ്റെ അതായത് ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് അവർ പുറത്തു വന്നപ്പോൾ ഉണ്ടായ ചില സംഭവങ്ങളെ ഒക്കെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ആ വചനം എഴുതിയിരിക്കുന്നത്. ഒരു പ്രത്യേക സാഹചര്യത്തിൽ എഴുതപ്പെട്ട വചനം. അവർ പറയുകയാണ്, അവരെക്കുറിച്ച് പറയുകയാണ്, ഇസ്രായേൽക്കാരെക്കുറിച്ചും അത് ഈജിപ്തുകാരെക്കുറിച്ചും എല്ലാം കൂടെ ചേർന്നാണ് പറയുന്നത്. ചിലപ്പോൾ ഭീകര രൂപങ്ങൾ കണ്ട് അവർ ഭയചകിതരായി, മറ്റു ചിലപ്പോൾ മനം തകർന്ന് മരവിച്ചു. കാരണം അപ്രതീക്ഷിതമായി പെട്ടെന്ന് ഭയം അവരെ ഗ്രസിച്ചു. അവിടെ ഉണ്ടായിരുന്നവരെല്ലാവരും ലോകനിർമ്മിതമല്ലാത്ത ഒരു തടവറയിൽ അടയ്ക്കപ്പെട്ടു. കർഷകനോ ഇടയനോ ഏകാഗിയായ തൊഴിലാളിയോ ആകട്ടെ, അവർ പിടിക്കപ്പെടുകയും അനിവാര്യമായ ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുകയും ചെയ്തു. ഏവരും ഒരേ അന്ധകാരത്തിൻ്റെ ശൃംഖലയാൽ ബന്ധിതമരായിരുന്നു. കാറ്റിൻ്റെ സീൽക്കാരമോ പന്തലിച്ച വൃക്ഷത്തിൽ പക്ഷികളുടെ കളകാരവമോ പാഞ്ഞൊഴുകുന്ന ജലത്തിൻ്റെ താളമോ പാറകൾ പിളർക്കുന്ന പരുഷ ശബ്ദമോ ചാടിയോടുന്ന മൃഗങ്ങളുടെ അദൃശ്യമായ ഓട്ടമോ ഹിംസ്ര മൃഗങ്ങളുടെ ഗർജനമോ പർവ്വത ഗുഹകളിൽ നിന്നുള്ള മാറ്റുലിയോ എന്തും അവരെ ഭയം കൊണ്ട് സ്തബ്ധരാക്കി. ലോകം മുഴുവൻ ഉജ്ജ്വല തേജസ്സേറ്റ് നിർവിഘ്നം ജോലിയിലേർപ്പെട്ടപ്പോൾ തങ്ങളെ ഗ്രസിക്കാൻ വിധിക്കപ്പെട്ടിരുന്ന അന്ധകാരത്തിൻ്റെ പ്രതീകമായ ആ കനത്ത രാത്രി അവരെ മാത്രം ഗ്രസിച്ചു എന്ന് കേട്ടോണം. എന്നാൽ ആ അന്ധകാരത്തേക്കാൾ കനത്ത അന്ധകാരം അവർക്ക് തങ്ങളിൽ തന്നെ അനുഭവപ്പെട്ടു. സ്വരമോടത്തി പറഞ്ഞേ ഹല്ലേലൂയ. അതായത് അവരെക്കുറിച്ച് പറയുന്ന വാചന ഇതാണ്, അവർ പുറമേ വലിയ അന്ധകാരം, ഇസ്രായേൽ ഈജിപ്തുകാരുടെ പുറമെ വലിയ ഇരുട്ടാണ്. ആ അന്ധകാരം കാരണം അവർ അസ്വസ്ഥരാണ്. പക്ഷേ പറയാണ്, അതിനേക്കാൾ കനത്തമായ ഒരു അന്ധകാരം അവർക്ക് അവരിൽ തന്നെ അനുഭവപ്പെട്ടു. അതാണ് ഉള്ളിലൊരു ഭാരം, അന്ധകാരം. പ്രാർത്ഥിച്ചിട്ടൊരു സന്തോഷം കിട്ടുന്നില്ല, ധ്യാനിച്ചിട്ട് സന്തോഷം കണ്ട് ഉള്ളിലൊരു അങ്ങനെ തലമുണ്ടത്. പാപം നമുക്ക് അന്ധത തരും, അന്ധകാരം തരും. അപ്പോൾ നമുക്ക് ആരും തിരിച്ചറിയും. ഇന്നത്തെ കാണുമല്ലോ, പാപം മനുഷ്യ കൂടുമ്പോഴാണ് അപ്പനാരും തിരിച്ചറിയാനോ കുഞ്ഞിനാവുന്നില്ല, അമ്മയാരാണെന്ന് തിരിച്ചറിവ് നഷ്ടപ്പെടുകയാണ്, വൈദികരാരാണെന്ന് തിരിച്ചറിയാൻ പറ്റുന്നില്ല, സന്യസ്തരാരാന്നറിയാൻ പറ്റുന്നില്ല, സഭയെന്താന്ന് തിരിച്ചറിവുകൾ മുഴുവൻ നഷ്ടപ്പെടും. ഉള്ളിൽ അന്ധകാരം കയറുക. മക്കളാരാണെന്ന് അറിഞ്ഞുകൂടാ, സഹോദരങ്ങൾ ആരാണെന്ന് അറിഞ്ഞുകൂടാ. ഒരു വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ അമ്മ കൊല്ലുമ്പോൾ യാതൊരു കുറ്റബോധം തോന്നും. കാരണം അത്രമാത്രം പാപത്തിൻ്റെ പരിണിതഭാരമായ അന്ധകാരം ആ മനസ്സിനെ കയറി ആവരണം. അപ്പോൾ വിചാരം ഇതൊന്നും ദൈവം നമ്മുടെ വിചാരം ഇതൊന്നും ദൈവം കാണുന്നില്ല, ദൈവം അറിയുന്നില്ല. നമ്മൾ ഈ വൃക്ഷത്തിൻ്റെ ഏതെങ്കിലും വൃക്ഷങ്ങളുടെ മറയിൽ അല്ലെങ്കിൽ അത് ഇലയുടെ പിന്നിൽ നമ്മളിങ്ങനെ ഒളിച്ചിരിക്കുകയാണ്, ആദത്തെ പോലെ ഹവ്വയെ പോലെ. അപ്പം അവരുടെ വിചാരം ദൈവം ഇതൊന്നും കാണുന്നില്ല, ദൈവത്തിനൊന്നും അറിഞ്ഞുകൂടെന്നുള്ള ചിന്തയാണ് പലപ്പോഴും മനുഷ്യ മനസ്സുകളെ ഭരിക്കുന്ന ചിന്താഗതികൾ. പ്രഭാഷകൻ്റെ പുസ്തകത്തിൻ്റെ 23-ാമത്തെ അധ്യായത്തിൻ്റെ 19-20 മനുഷ്യനെ മാത്രമേ അവൻ ഭയപ്പെടുന്നുള്ളൂ. കർത്താവിൻ്റെ കണ്ണുകൾ സൂര്യനേക്കാൾ 10,000 മടങ്ങ് പ്രകാശമുള്ളതാണെന്ന് അവൻ അറിയുന്നില്ല. അവിടുന്ന് മനുഷ്യൻ്റെ എല്ലാ മാർഗങ്ങളും നിരീക്ഷിക്കുകയും നിഗൂഢ സ്ഥലങ്ങൾ കണ്ടുപിടിക്കുകയും ചെയ്യുന്നു. കണ്ടോ, മനുഷ്യൻ്റെ നിഗൂഢ സ്ഥലങ്ങൾ കണ്ടുപിടിക്കുന്നു. എത്ര രഹസ്യമായിട്ടിരുന്നാൽ അറിയാം, ആ ദൈവം കാണുന്നു. പക്ഷേ മനസ്സിന് അന്ധത വരുമ്പോൾ അവൻ്റെ വിചാരം ദൈവമൊന്നും കാണുന്നില്ല, ദൈവത്തിനെ കാണാനാവില്ല, എന്നെക്കാൾ അത് പാപം നൽകിയൊരു വേദനമാണ്, മരണം പോലത്തെ ഒരു വേദനമാണ്. കണ്ടു, മരണം തന്നെയാണ് പാപം നൽകിയ വേദനമെന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കും. പാപത്തിൻ്റെ വേദന മരണമാണ്. ഇതാണ് സംഭവിച്ച യാഥാർത്ഥ്യം. അതാണ് സമൂഹങ്ങളിലും കുടുംബങ്ങളിലും യുവതീവാക്കളിലും ഒക്കെ നമ്മൾ സഭയിലും ഒക്കെ കാണാൻ പറ്റും. പാപം കയറുന്നതനുസരിച്ച് അന്ധത കൂടുകയാണ്. അപ്പോൾ ആരോടാണ് എന്താണ് ചെയ്യുന്നതെന്ന് യാതൊരു ബോധവും ഇല്ല. അമ്മയെ വഞ്ചിക്കുമെന്ന് അപ്പന് അതെന്താണെന്നറിയില്ല, ആരും കാണുന്നത് ഒന്നും സാരമില്ല, അല്ലെങ്കിൽ സാരമില്ല. അത് കാണിച്ചാൽ ഇതാണ് സംഭവം. പറഞ്ഞേ ഹല്ലേലൂയ. മരങ്ങൾക്ക് ഇടയിൽ ഒളിച്ചിരിക്കുന്ന മനുഷ്യൻ്റെ അധപ്പതിച്ച അവസ്ഥ. പ്രിയപ്പെട്ട മക്കളെ, ഓരോ വ്യക്തിയെയും ദൈവം വിളിക്കുന്നുണ്ട്. സത്യത്തിൽ ദൈവം ഓരോ വ്യക്തിയെയും തൻ്റെ അടുക്കിലേക്ക് വിളിക്കുന്നുണ്ട്. അതാണല്ലോ ബർത്തമീസ് അന്ധയാചകനെ സുഖപ്പെടുത്തിയ അവസരത്തിൽ സംഭവം ഉണ്ടല്ലോ. ഈശോ ഇങ്ങനെ ഈശോ റോഡിലൂടെ ഈശോ ഇങ്ങനെ ജനത്തിൻ്റെ കൂടെ പോകുമ്പോഴാണ് ഈ വഴിയരിന്ന് ഭിക്ഷ യാചിച്ചുകൊണ്ടിരിക്കുന്ന ബർത്തമീസ് അലറി വിളിക്കുന്നുണ്ട്, ദാവീദിൻ്റെ പുത്ര യേശുവേ എൻ്റെ മേൽ കരുണയായിരിക്കണം. അന്ധനാണ്, കാണത്തില്ല, പക്ഷെ വിശ്വാസത്തിലൂടെ അവൻ കണ്ടു. പക്ഷെ അവന് ബാഹ്യമായ അന്ധതയുണ്ട്,
ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഉള്ളിൽ അവൻ അന്ധതയില്ല, അവന് വിശ്വാസമുണ്ട്, ആത്മാവ് തുറന്ന് ഉൾക്കാഴ്ചയുള്ളവന്. അതുകൊണ്ടാണ് അവൻ വിളിച്ച് പറയുന്നത്. ബാക്കി കൂടെയുള്ള ഭിക്ഷക്കാരും വിളിക്കുന്നില്ല, അന്ധരാരും വിളിക്കുന്നില്ല. പക്ഷേ ഇവിടെ ഇവന് ബാഹ്യമായ കാഴ്ചയില്ലെങ്കിലും ഉൾക്കണ്ണുണ്ട്. ഇന്ന് ഒരുപാട് മക്കൾ അങ്ങനെയുണ്ട്, നമ്മുടെ ഇടയിലൊക്കെ ഉണ്ട്. ഞങ്ങൾ ധ്യാനാവസരങ്ങളിൽ ഒന്ന് ധ്യാനം കൂടിക്കഴിഞ്ഞ് ഒത്തിരിയേറെ മക്കൾക്ക് ഉൾക്കാഴ്ച കിട്ടുന്നത് കാണാൻ പറ്റും. ആന്തരികമായ കാഴ്ച, അവർക്ക് ദൈവ സാന്നിധ്യം തിരിച്ചറിയാൻ പറ്റും. ആരാധന സമയത്ത് ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ പറ്റും. പരിശുദ്ധ കുർബാന കൊണ്ട് പോകുമ്പോൾ ദൈവ സാന്നിധ്യം കാണാൻ പറ്റും. വൈദികരെ കാണുമ്പോൾ കാണാൻ പറ്റും. സാധാരണക്കാരെ കാണുമ്പോൾ കാണാൻ പറ്റും. പിഞ്ചു കുഞ്ഞുങ്ങളെ കാണുമ്പോൾ ദൈവ സാന്നിധ്യം കാണാൻ പറ്റും. അത് ഉള്ളിൽ അന്ധതയില്ലാത്ത, അന്ധകാരമില്ലാത്ത ജീവിതങ്ങൾക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഉള്ളിൽ അന്ധകാരം നിറഞ്ഞവർക്കൊരിക്കലും അത് തിരിച്ചറിയാൻ പറ്റത്തില്ല. ഇവിടെ ബർത്തമേയുസിന് ബാഹ്യമായിട്ട് അവന് കാഴ്ചയില്ലെങ്കിലും ഉള്ളിൽ അവൻ ദൈവത്തെ കാണാം. അവൻ്റെ ഉള്ളിൽ അന്ധകാരമില്ല. അപ്പം അതുകൊണ്ട് അവൻ വിളിച്ചു പറയാം, ദാവീദിൻ്റെ പുത്ര യേശുവേ, പാപിയ എൻ്റെ മേൽ കരുണയായിരിക്കണമെന്ന് അലറി വിളിക്കുന്ന കാണാൻ പറ്റും. അപ്പോൾ അടുത്തുള്ളവരെല്ലാം കൂടെ അവനെ ശാസിക്കുന്നുണ്ട്. നീ എന്തിനാ ഇങ്ങനെ ചെയ്യുന്നത്? നീ മിണ്ടാതിരിക്കുക, ശബ്ദം കുറയ്ക്കുക, നീ എന്തിനാ ഇങ്ങനെ ഉച്ചത്തിൽ ദൈവമേ എന്ന് വിളിക്കുന്നത്? നീ ഇങ്ങനെ ഒന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം അവരന്ധതയാണ്, അവർക്ക് ഈശോ ആരാണെന്ന് അറിയില്ല. ആ വഴിയിലൂടെ നടന്നു പോയവന് 33 വയസ്സുകാരനായ യഹൂദൻ എന്ന് മാത്രം കണ്ടിട്ടുള്ളൂ. ഒരു വലിയ അത്ഭുത പ്രവർത്തനങ്ങൾ, പക്ഷെ അല്ലാതെ ദൈവം ആരാണെന്നുള്ള അറിവ് കിട്ടിയിട്ടില്ല. ഒരു ഉൾക്കാഴ്ചയില്ല, ഉള്ളിൽ അന്ധതയുണ്ട്. അന്ധതയുള്ള അവർ പറഞ്ഞു, നീ വായടയ്ക്കുക, നീ ഉച്ചത്തിൽ കയറണ്ട, നിലവിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇതിനൊന്നും അർത്ഥമൊന്നും ഇല്ലാത്ത കാര്യം. പക്ഷെ അവൻ കൂടുതൽ ഉച്ചത്തിൽ അവൻ ദൈവത്തെ വിളിച്ചെന്നാണ് പറയുന്നത്. അങ്ങനെ വിളിക്കുന്ന സമയത്താണ് ഈശോ അവൻ്റെ സ്വരം കേട്ടു. സ്വരം പറഞ്ഞു, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഈശോ വിളി കേട്ടിട്ട് ഈശോ ആ ജനക്കൂട്ടത്തിൻ്റെ ഇടയിൽ ഭയങ്കര ബഹളം വെച്ച് ആ ജനക്കൂട്ടനുണ്ട്. ഈശോ വിളി കേൾക്കുന്നു. അതാണ് ഉള്ളു തുറന്ന് വിളിക്കുന്നവൻ്റെ വിളി ദൈവം കേൾക്കും. ഉള്ളു തുറന്ന് വിളിക്കുന്നവൻ്റെ വിളിയെ കേൾക്കുന്നുള്ളൂ. മക്കളുടെ രോഗം മാറാൻ വേണ്ടി, കുടുംബത്തിൻ്റെ തകർച്ച മാറാൻ വേണ്ടി, ജീവിത പങ്കാളിയുടെ മാനസാന്തരത്തിന് വേണ്ടി, സഭയുടെ നവീകരണത്തിന് വേണ്ടിയൊക്കെ ഉള്ളു തുറന്ന് വിളിക്കുന്ന വിളികളെല്ലാം, അതിനെല്ലാം തീർച്ചയായിട്ടും ഉത്തരമുണ്ടാകും. അതിന് യാതൊരു സംശയവുമില്ല. ഹൃദയം തുറന്നുള്ള പ്രാർത്ഥനയാണ് വേണ്ടത്. അപ്പോൾ അവിടെ ഇവനിങ്ങനെ ഉറക്ക വിളിക്കുക, ദാവീദിൻ്റെ പുത്ര വിളിക്കുക. അപ്പോൾ ഈശോ വിളി കേട്ട് അപ്പോൾ പറഞ്ഞു, അവനെ വിളിക്കാൻ പറയുക. ആളുകൾ അവനെ വിളിക്കും, ഇപ്പോൾ എന്നെ വിളിച്ചവനെ വിളിക്കാൻ പറയുക. ഉടനെ ആളുകൾ ഓടിച്ചെന്ന് പറഞ്ഞത്, ദേ യേശു നിന്നെ വിളിക്കുന്നു, യേശു നിന്നെ വിളിക്കുന്നു. വിളി കേട്ടു, ആ വിളി ഈശോ വിളിക്കുന്നു. യേശു നിന്നെ വിളിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, വിളിക്കുന്ന ഓരോ വ്യക്തികളും ഓർക്കണം. ഈ വചനം കേട്ടുകൊണ്ട് ഇത് എവിടെയെല്ലാം വീടുകളിൽ നിന്ന് കേൾക്കുന്നവർ കാണാം, പല സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് കേൾക്കുന്നവർ കാണാം, ഇവിടെ ഇരുന്നുകൊണ്ട് കേൾക്കുന്നവർ കാണാം, ലോക രാജ്യങ്ങളിൽ നിന്ന് കേൾക്കുന്നത്. എൻ്റെ മക്കളെ, അന്ധത പിടിപെട്ട് കിടക്കുന്ന മക്കളൊക്കെ രക്ഷിക്കുന്ന കർത്താവിത, പാപികളെ തേടി വന്ന കർത്താവിത. ഞാൻ വന്നിരിക്കും രോഗികൾക്ക് വേണ്ടിയാണ്, നീതിമാന്മാർക്ക് വേണ്ടിയല്ല, പാപികൾക്ക് വേണ്ടിയാണ് വന്നത് എന്ന് ഈശോ പറയുന്നുണ്ട്. വന്ന ഈശോ വിളിക്കും. നിന്നെ നമ്മൾ ഓരോരുത്തരെയും ഈശോ തൻ്റെ പക്കലേക്ക് വിളിക്കുന്നുണ്ട്, തൻ്റെ ഹൃദയത്തോട് ചേർന്നിരിക്കാൻ. കാരണം നമ്മൾ ദൈവത്തിൻ്റെ മകനാണ്. നമ്മുടെ ഭൂമിയിലെ അപ്പനും അമ്മയും നമ്മളെ എങ്ങനെ വിളിക്കുന്നു? നീ എൻ്റെ മകന്, നീ എൻ്റെ മകള് എന്ന് അടുത്തോട്ട് വിളിക്കാറില്ലേ? അതുപോലെ സ്വർഗപിതാവ് നമ്മളെ ഓരോരുത്തരെയും തൻ്റെ അടുക്കിലേക്ക് വിളിക്കുന്നുണ്ട്. ആ വിളി തിരിച്ചറിയാൻ പറ്റണം നമുക്ക്. ആ വിളി തിരിച്ച് കേൾക്കാനാവട്ടെ. ഓരോ മകളെയും ദൈവം തൻ്റെ അടുക്കലേക്ക് വിളിക്കുന്നുണ്ട്. ആ വിളി കേട്ടുകൊണ്ട് ഓടി വരുന്നത് കാണാൻ പറ്റും. അവൻ്റെ പുറങ്കപ്പായ ദൂരെ എറിഞ്ഞിട്ട് അവൻ എടുത്തുള്ളിച്ചാടി കർത്താവിൻ്റെ അടുക്കിലേക്ക് വന്നിട്ട് അവൻ നിൽപ്പുണ്ടല്ലോ. കർത്താവ്, നിനക്ക് എന്ത് ഞാൻ ചെയ്തു തരണം? എനിക്കെൻ്റെ കാഴ്ച കിട്ടണം. ഉൾക്കാഴ്ച കിട്ടിയവന് ബാഹ്യമായ കാഴ്ച കിട്ടാൻ എളുപ്പമുണ്ട്. ഉൾക്കാഴ്ചയുള്ളവനെ ബാഹ്യമായ കാഴ്ച, വിശ്വാസത്തിൻ്റെ കാഴ്ച കിട്ടിയവന് രോഗശാന്തികൾ കൂടുതലുണ്ടാകുന്നത്. അങ്ങനെ അതുകൊണ്ടാണ് നമ്മൾ നോക്കുമ്പോൾ ചില ആളുകൾക്ക് സൗഖ്യം കിട്ടുന്നില്ല, ചിലർക്ക് സൗഖ്യം കിട്ടുമെന്ന് പറയുമ്പോൾ ഇതാണ് ഉൾക്കാഴ്ചയുള്ളവനാണ് ഈ രണ്ടാമത്തെ ശാരീരികമായ സൗഖ്യങ്ങൾ സംഭവിക്കുക. പലപ്പോഴും ഞങ്ങൾ പറയാറുണ്ട്, അന്ത്യകൂദാശകൾ കൊടുത്തുകൊണ്ട് അച്ഛന്മാർ പോകാറുണ്ട്. നമുക്കറിയാം, വീടുകളിൽ രോഗികളായിട്ട് മരിക്കാനായിട്ട് കിടക്കുന്നവർക്ക് വേണ്ടി അവസാനം നമ്മൾ കൊടുക്കുന്നതാണ് അനോയിന്റിങ് ഓഫ് ദി സിക്ക്, രോഗി ലേപന ശുശ്രൂഷ കൊടുക്കും. അത് കൊടുത്തു കഴിയുമ്പോൾ ശരിക്കും ഒരു ആത്മാവിനെ സുഖപ്പെടുത്തുന്നതാണ്. ശരിക്കും ആത്മാവിൻ്റെ മേലുള്ള പാപരോഗങ്ങളെ സുഖപ്പെടുത്തുന്ന കൂദാശയാണ് സഭ അതിലൂടെ നമുക്ക് നൽകുന്നത്. പക്ഷേ അത് സ്വീകരിച്ചു കഴിയുമ്പോൾ ഒത്തിരിയേറെ ശരീരങ്ങൾക്ക് ശാരീരിക സൗഖ്യം കിട്ടുന്നത് കാണാൻ പറ്റും. കൊണ്ടോ, ആത്മീയ സൗഖ്യം കിട്ടുന്നവന് ശാരീരിക സൗഖ്യം കിട്ടുന്നത് കാണാൻ പറ്റും. അന്ത്യകൂദാശ
കൂദാശ സ്വീകരിച്ച ശേഷം ചിലപ്പോൾ മാസങ്ങളും വർഷങ്ങളും ഒക്കെ ജീവിക്കുന്ന ആളുകളുണ്ട്. ഈ രോഗീലേപന ശുശ്രൂഷ സ്വീകരിച്ച ശേഷം, ആ കൂദാശ സ്വീകരിച്ച ശേഷം അവർ ഓരോ നാൾ കാരണം ആത്മീയ സൗഖ്യം കഴിയുമ്പോൾ ശാരീരിക സൗഖ്യം ഉണ്ടാവും, മാനസിക സൗഖ്യം കഴിയുമ്പോൾ ശാരീരിക സൗഖ്യം ഉണ്ടാവും, അത് ഉറപ്പായിട്ടുണ്ടാവും. അതുകൊണ്ടാണ് അച്ഛൻ കുമ്പസാരിക്കുന്നതിന് ഗുണം. കുമ്പസാരിക്കുന്ന ഓരോ കുമ്പസാരവും നമ്മൾ ആത്മാർത്ഥമായിട്ട് നടത്തുമ്പോൾ നമ്മുടെ ആത്മാവിന് സൗഖ്യമുണ്ടാവും, മനസ്സിന് സൗഖ്യമുണ്ടാകുമ്പോൾ ഓട്ടോമാറ്റിക്കലായിട്ട് ശരീരത്തിൻ്റെ രോഗങ്ങൾ, കെട്ടുകൾ, ബന്ധനങ്ങൾ വിട്ടുപോകുന്ന കാണാൻ പറ്റും. ശരീരത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ, വിടുതൽ കാണാൻ പറ്റും. ദൈവകൽപ്പനകൾ, ദൈവവചനങ്ങൾ, സുവിശേഷ വചനങ്ങൾ, വിശുദ്ധിയുടെ വചനങ്ങൾ ലംഘിച്ചു കഴിഞ്ഞാൽ ആദ്യം നമുക്ക് നഷ്ടപ്പെടുന്ന ദൈവബന്ധം നഷ്ടപ്പെടും. ദൈവത്തിൽ നമ്മൾ തനിയെ അകന്നു പോകും. 2 സമൂഹ ബന്ധം നമ്മുടെ ഫ്രണ്ട്സൊക്കെ നമ്മൾ വിട്ടുപോകും. നമ്മൾ ആത്മസുഹൃത്തുക്കളൊക്കെ നമ്മളെ ചതിക്കും. ബന്ധങ്ങൾ മുറിഞ്ഞു പോകുന്ന കാണാൻ പറ്റും. 3ാമത് വരുന്നത് ഇവിടെ ബന്ധങ്ങൾ പറയുമ്പോൾ ഭാര്യ ഭർത്താവ് എല്ലാം ഇവിടെ പോയി. കാരണം അത് ഓട്ടോമാറ്റിക്കലി സംഭവിക്കുന്നത് പാപത്തിൻ്റെ. 3ാമത് വരുന്നത് അവൻ്റെ അധ്വാന മേഖലയുടെ ബന്ധങ്ങൾ, ഐക്യങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നത് കാണാൻ പറ്റും. സർവ്വത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. അവൻ്റെ അധ്വാന മേഖല അവനോട് ചേരിയല്ല. അവൻ രാവുമുഖം പകലൊക്കെ അധ്വാനിച്ചാലും അവൻ ഉദ്ദേശിക്കുന്ന ഫലം കിട്ടില്ല. അവൻ ഒരുപാട് അധ്വാനിക്കും, പക്ഷെ ഒന്നും കിട്ടാത്ത അവസ്ഥയാണ്. ഒരു പക്ഷേ എല്ലാം കിട്ടി, അവൻ ചെല്ലുണ്ട് എല്ലാം ആയി, അച്ഛാ കുഴപ്പമൊന്നുമില്ല, എല്ലാം മെച്ചപ്പെട്ടു. പെട്ടെന്നായിരിക്കും ഒരു ദുരന്തം വരുന്നു. കാരണം ഇവൻ്റെ കണക്ക് കൂട്ടി എല്ലാ ജീവിതങ്ങളും കാണാൻ പറ്റുമേ. സാമ്പത്തിക തകർച്ച, കുടുംബ തകർച്ച, ജോലി തകർച്ച, എല്ലാം ശരി, നാളെ എല്ലാം റെഡിയാവും എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒടുക്കോട്ടും കാറ്റ് വന്നിട്ട് എല്ലാം കൂടെ കൊണ്ടുവന്ന് കാണാം. നാളെ മകളുടെ കല്യാണം എല്ലാം ശരിയാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വരുമ്പോഴേക്കും ഒരു പ്രശ്നം കയറി വരിക. അപ്പം ഇങ്ങനെ തൂത്തുവാരിക്കൊണ്ട് പോകുന്ന അനുഭവം ഉണ്ടാകുന്നത് കാണാൻ പറ്റും. സ്ഥിരപ്പെടുത്തി പറഞ്ഞേ ഹല്ലേലൂയ. ഇത് നമുക്കറിയാം, കടത്തീരത്ത് കുട്ടികളിങ്ങനെ മണ്ണുകൊണ്ടൊക്കെ ഇവർ കുഞ്ഞു വീടുകളൊക്കെ കുഞ്ഞുങ്ങളും ഉണ്ടാക്കുന്ന നമുക്ക് കാണാം. പക്ഷേ ഒരു തരം വന്നിട്ട് ഇതങ്ങ് എടുത്തുകൊണ്ട് പോകുന്നത് കാണാൻ പറ്റുമേ എന്ന് പറയുന്ന പോലെ ജീവിതങ്ങളിൽ ചിലപ്പോൾ നമ്മൾ കാണാൻ പറ്റും. അവരെല്ലാം പണിതുയർത്ത സംഭവം, പക്ഷേ പെട്ടെന്ന് അങ്ങനെ പ്രകൃതി അവനോട് കൃഷിയൊക്കെ അവന് വളർത്തി വലുതാക്കണം. ഒരു കാറ്റടിച്ചു, ആ പ്രകൃതി അവൻ നശിപ്പിച്ച് കളയുന്ന സംഭവം നമുക്ക് കാണാൻ പറ്റും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ ഒന്നും അവനോട് സഹകരിക്കുന്നില്ല. പ്രകൃതിയോ അധ്വാനമോ അവൻ ഈ പ്രകൃതിയെ കീഴ്പ്പെടുത്താൻ വേണ്ടി അവൻ ഒരുപാട് ശ്രമങ്ങൾ നടത്തും. അതിന് ബിൽഡിങ്ങുകൾ പണിയുമ്പോഴും അടിത്തറകളൊക്കെ വളരെ സ്ട്രോങ് ആയിട്ട് പണിയും. അങ്ങനെ പലതൊക്കെ ചെയ്ത് വരുമ്പോഴത്തേക്കും അടുത്ത പ്രശ്നം വരും. കാരണം ഇത് എപ്പോഴും ഈ പാപത്തിൻ്റെ പരിണിത ഫലമായ മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ആ സൗഹൃദം, സ്നേഹം, ഐക്യം അവന് നഷ്ടപ്പെട്ട് കിടക്കുകയാണ്. അതുകൊണ്ട് പലപ്പോഴും അവൻ അധ്വാനിച്ചിട്ട് ഒരു പരിധി കഴിയുമ്പോൾ അടുത്ത പ്രശ്നങ്ങൾ വരുന്നത് കാണാൻ പറ്റും. സ്വരപ്പെടുത്തി പറഞ്ഞേ ഹല്ലേലൂയ. ഉച്ചത്തിൽ പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ. ഒന്ന് കൈയെടുത്ത് കർത്താവ് നന്ദി പറഞ്ഞേ. അല്പം കൂടി ഉച്ചത്തിൽ കരം കൂടി ഉയർത്തി കേടിച്ചേ, നന്നായിട്ട് കേടിച്ചേ. ആമേൻ. സ്ഥിരപ്പെടുത്തി പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി. ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഈ ചില ജീവിതം തിന്മയുള്ള കുടുംബങ്ങൾ. ചിലപ്പോൾ കഴിഞ്ഞ ആളുകൾ കുറച്ച് നാൾ മുമ്പ് ഒരു നല്ല കുടുംബം, അവൻ എഞ്ചിനീയറിംഗ് പഠിച്ചവനാണ്, അവളും എഞ്ചിനീയറിംഗ് പഠിച്ചതാണ്. അവരങ്ങനെ 4 വർഷത്തോളം അവർ വലിയ പ്രേമവും പരിപാടിയൊക്കെ ആയിട്ട് നടന്നിട്ട് അവസാനം കല്യാണം കഴിച്ചു. കാരണം പക്ഷേ ഒരുപാട് തിന്മയുടെ കുറച്ച്, ഇവന് മദ്യപാനമുണ്ട്, മോശമായ സ്വഭാവങ്ങളൊക്കെ ഉണ്ട് ഇവന്. പക്ഷേ ഇവന് അതേസമയം മോശമായ സ്വഭാവങ്ങൾ പലതും വെച്ചുകൊണ്ട് തന്നെയാണ് ഇവനൊരു ഒരു പെണ്ണിനെ പ്രേമിച്ചുകൊണ്ട് അതിൻ്റെ എല്ലാം ഞാൻ പറയാൻ പാടില്ലാത്ത അത് വെച്ചാൽ ഒരുപാട് തിന്മകൾ ഇവരുടെ ജീവിതങ്ങൾ നടക്കുക. അപ്പോൾ ആളുകൾ പറയില്ലടാ ഇതൊന്നും പേടിക്കൊന്നും വേണ്ട, എന്നൊക്കെ ലോകമൊക്കെ ഇങ്ങനെയുള്ള ലോകത്തിങ്ങനെയൊക്കെ ഉള്ളതോ. പക്ഷെ സംഭവിച്ചത് കല്യാണം കഴിഞ്ഞു ഒരു വർഷം കഴിഞ്ഞപ്പോഴേ ഇവർ തമ്മിൽ ഭിന്നിപ്പായി. ഇവൻ ഇവളോട് മിണ്ടാതെ ഇവള് സഹിച്ച് ഇവൻ്റെ കൂടെ ജീവിക്കാൻ തുടങ്ങി. ഇപ്പോൾ 4 വർഷം 5 വർഷം കഴിഞ്ഞു. അപ്പോഴത്തേക്കും ഇനി ഇവൻ സംസാരിക്കില്ല. ഇവൻ്റെ ഭാര്യയോട് സംസാരിക്കുക ഒരു കാര്യം നോക്കില്ല. അവസാനം ഇപ്പം വേറെ പിരിഞ്ഞു. ഇവൻ വലിയ ജോലിക്കാരനാണ്. ഇവന് ഒരു സമയത്ത് ഇന്ന് ഇന്ത്യയിലാണെങ്കിൽ അടുത്ത ദിവസം വേറെ രാജ്യത്താണ്. അതുപോലെ അവന് ഒരു വേൾഡിലെ ഒരു നമ്പർ 1 ഒരു കമ്പനിയുടെ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യുന്നവനാണ് ഇവൻ. പക്ഷേ ചേർന്ന് പോകാൻ പറ്റാതെ ഇങ്ങനെ വേറെ പിരിഞ്ഞിരിക്കാം. ഇതുപോലെ വലിയ വലിയ ജീവിതങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട്. വലിയ ബുദ്ധിമാന്മാരാ, കഴിവുണ്ട്. കഴിഞ്ഞ ഡോക്ടർ എനിക്കറിയാം. അപ്പോൾ ആ ഡോക്ടർ ഹസ്ബൻഡും ഭാര്യ 2 പേരും കൂടെ ധ്യാനിക്കാൻ വന്നു. ഡൈവോഴ്സിലോട്ട് പോകണം. 2-3 മക്കളുണ്ട് ഇവർക്ക്. കല്യാണം കഴിച്ചിട്ട് 10-14 വർഷമായി. അവർ പറഞ്ഞാൽ ചേരിൽ ഞങ്ങളിന് മുന്നോട്ട് പോകില്ല.
അപ്പോൾ കാണുമ്പോൾ രണ്ടുപേരെ മാറ്റി നിർത്തി സംസാരിക്കുമ്പോൾ 10 കൽപ്പനകളും ലംഘിച്ച് കിടക്കും. അപ്പോൾ ഇവരെ ഉള്ളു മുഴുവൻ അന്ധതയാണ്. പുറമേ നല്ല ഡീസൻ്റാണ്, സംസാരമുണ്ട്, പുറം നമുക്കങ്ങനെ പറ്റും, നല്ല കഴിവും ബുദ്ധിയുണ്ട്. പക്ഷേ ഉള്ളു മുഴുവൻ ഇരുണ്ട് കിടക്കുന്ന ബുദ്ധിമാന്മാരുണ്ട്. നമ്മൾ ഭയങ്കര ബുദ്ധിമാനം, പക്ഷേ ഉള്ളു മുഴുവൻ ഇരുട്ടാണ്. അതുകൊണ്ട് അവരുടെ തീരുമാനങ്ങൾ മുഴുവൻ തെറ്റിപ്പോവുകയാണ്, മുഴുവൻ വേർപെട്ടു പോകുന്ന ബന്ധങ്ങളായിട്ട് മാറുകയാണ്. പിന്നെ എനിക്ക് അണക്കരയിൽ ഇപ്പോൾ 1,00,000-ന് മുകളിൽ ആളുകൾ താമസിച്ചുള്ള ധ്യാനത്തിൽ കൂടി. നമ്മളൊരു ധ്യാനത്തിന് ഇത്രയും പേരേ ഉള്ളൂ. അപ്പോൾ റെസിഡൻഷ്യൽ റിട്രീറ്റ് 5 ദിവസം താമസിച്ച് ധ്യാനം കൂടി 1,00,000-ന് മുകളിൽ ആൾക്കാരുണ്ട്. അപ്പോൾ ഇതിൻ്റെ ലിസ്റ്റ് വരുമ്പോൾ എൻ്റെ അടുത്ത് ഓരോ ധ്യാനത്തിനും കാണാം 10, 15, 20, 30, 40 ഒക്കെ ഡിവോഴ്സ് കേസുകൾ വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പേടിച്ചു. ഇത്ര ഒരിക്കലും ദൂരെ വരുന്നു, ദൂരെ ഡൈവോഴ്സ് കേസുകൾ വരുന്നു. ഞാൻ പറയൊരു 1,00,000-ൽ ഒരു 10,000 കേസുകളും ഡൈവോഴ്സ് കേസുകളായിരുന്നു. അതെല്ലാം ചെറുപ്പക്കാർ, ഇന്നത്തെ കുഞ്ഞുങ്ങൾ, നല്ല വീട്ടിലെ പല പിള്ളേർ പഠിക്കുന്ന നല്ല മിടുക്കന്മാർ, വിദേശത്തൊക്കെ ഇപ്പോൾ എല്ലാത്തിനും നല്ല കഴിവുണ്ട്, നല്ല IELTS ഒക്കെ നല്ല മാർക്ക്, റാങ്ക് ഹോൾഡേഴ്സ്. പക്ഷെ ചേരുന്നില്ല. കാരണം പാപം, ഉള്ളിൽ അന്ധകാരം. അവിടെ ബുദ്ധി മാത്രം വളർന്നാൽ പോരാ, ശരീരം മാത്രം വളർന്നാൽ പോരാ, ആത്മാവും കൂടെ വളരണം. ഇത് 3ഉം കൂടെ ചേർന്നാലേ തീരുമാനം കറക്റ്റാവുള്ളൂ. ബാക്കി ഈ 2ഉം തമ്മിൽ ചേർന്നുകൊണ്ട് തീരുമാനം ഒരിക്കലും ശരിയാകത്തില്ല. തീരുമാനങ്ങൾ വഴിതെറ്റിക്കും. ഒരുപാട് ബുദ്ധിമാന്മാരാണല്ലോ ഒരുപാട് അപകടങ്ങൾ വിളിച്ചു വരുത്തിയിട്ടുള്ളത്. അഭിഷേകം കുറയുന്നത് പാപം ഉള്ളിലുള്ളപ്പോഴാണ്. ഹല്ലേലൂയാ. തിന്മയുള്ളിലുള്ളപ്പോൾ ശത്രു നമ്മുടെ മേൽ വിജയം നേടും. തിന്മ നമ്മുടെ ഉള്ളിൽ ഇല്ലെങ്കിൽ നമ്മൾ ഇരട്ടിപ്പാവറ. ഒരു ശക്തിക്ക് നമ്മെ തൊടാൻ പറ്റത്തില്ല. അഭിഷേകം കൊണ്ട് നമുക്ക് കീഴ്പ്പെടുത്താൻ പറ്റും. നമ്മൾ ആരും ഉപദ്രവിക്കണം. അഭിഷേകം കൊണ്ട് ഏത് തിന്മയുടെ ശക്തികളെ മാറ്റാൻ പറ്റും, കൂടുതൽ പ്രസംഗം നിൽക്കാൻ പറ്റും. നമ്മൾ തിന്മയുള്ളിൽ നിൽക്കുമ്പോഴാണ് തിരിച്ചടികൾ കിട്ടുന്നത്. തിന്മയുള്ളിൽ നിന്ന് മാറിക്കഴിയുമ്പോൾ തിരിച്ചടികൾ മാറിയിട്ട് അനുഗ്രഹം കിട്ടും. അപ്പോഴാണ് ജോലി കിട്ടും, സാമ്പത്തിക കടബാധ്യതകൾ മാറും, മക്കളുടെ വിവാഹമൊക്കെ കൃത്യസമയത്ത് നടക്കും, ഏറ്റവും നല്ല ജീവിത പങ്കാളികളെ കിട്ടും, അതുപോലെ കുടുംബത്തിൽ ദൈവാനുഗ്രഹങ്ങൾ ഉണ്ടാകും, ഭവനമൊക്കെ പണിയും, പ്രാർത്ഥന കൂടും, സന്തോഷം കിട്ടും, എല്ലാവരും നല്ല സ്നേഹത്തിലായിരിക്കും, മാതാപിതാക്കളൊക്കെ ആയിട്ട് നല്ല ബന്ധവും നല്ല സ്നേഹമായിരിക്കും, സഹോദരങ്ങൾക്കൊക്കെ നന്മ കാണാൻ നോക്കും, എല്ലാവരും നന്മ കാണാൻ നോക്കും. തിന്മ വിട്ടു, തിന്മ ഉള്ളിൽ വെക്കുമ്പോൾ ഈ അഭിഷേകം നമുക്ക് ബ്ലോക്കായി പോകും മക്കളെ. അതുകൊണ്ട് അവരുടെ ഉള്ളിൽ ഒറ്റൊരാളിൽ ഇരുന്നുള്ളൂ, ഒരൊറ്റ വ്യക്തിയിൽ ആകാനെന്ന ഒരു ജനതയുടെ കീഴിൽ ഒരു വ്യക്തിയുടെ ഉള്ളിൽ ഒരു തിന്മ ഇരുന്നപ്പോൾ അത് ആ ജനതയെ മുഴുവനും ബാധിച്ചുവെങ്കിൽ നമ്മുടെ കുടുംബത്തിലൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ ഒരു വ്യക്തിയിലിരിക്കുമ്പോൾ അത് മൊത്തത്തെ ബാധിക്കുന്നുള്ള കാര്യം എല്ലാവരും ഓർമ്മിക്കണം. സർവ്വത്തെ പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതുകൊണ്ട് മാനസാന്തരപ്പെടുവിൻ, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. മാനസാന്തരപ്പെടുവിൻ, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവിറങ്ങി മനുഷ്യർക്കുമേ വാസിച്ചു. നിറയണമേ, നിറയണമേ, പരിശുദ്ധാത്മാവേ നിറയണമേ, 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 പരിശുദ്ധാത്മാവേ നിറയണമേ. ദൈവത്തിന്റെ ആത്മാവിറങ്ങി മനുഷ്യർക്കുമേ നിറയണമേ, നിറയണമേ, പരിശുദ്ധാത്മാവേ നിറയണമേ, 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 പരിശുദ്ധാത്മാവേ നിറയണമേ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, ഭാവിയുടെ നാമത്തിൽ ശാസിക്കുന്നു. അന്ധകാരമായ ബന്ധനങ്ങളെ യേശുനാമത്തിൽ വിട്ടുമാറുക. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, ഭാവിയുടെ നാമത്തിൽ ശാസിക്കുന്നു. അന്ധകാരമായ ബന്ധനങ്ങളെ യേശുനാമത്തിൽ വിട്ടുമാറുക. നിറയണമേ, നിറയണമേ, പരിശുദ്ധാത്മാവേ. ഒറ്റ വിളിച്ചവേ ജീവിതം മുഴുവനും കർത്താവിന് കൊടുക്കട്ടെ. കൊടുത്തേ സമർപ്പിച്ച് യേശുവിന്റെ മുമ്പിൽ എല്ലാം ഈശോയെ എന്നെ സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിച്ച് ശക്തമായിട്ട് പ്രാർത്ഥിച്ച് സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിച്ചു. യേശുവേ എന്ന് വിളിക്കട്ടെ, ഉച്ചത്തെ വിളിക്കട്ടെ, ഉച്ചത്തെ പ്രാർത്ഥിക്കട്ടെ. രോഗശാന്തികളും അത്ഭുതങ്ങളും സംഭവിക്കട്ടെ. പൈശാചിക ബന്ധനങ്ങൾ അഴിഞ്ഞു പോകട്ടെ. യേശു രക്തത്താൽ കുളിക്കപ്പെട്ട
തളിക്കപ്പെടട്ടെ. യേശു രക്തം തളിക്കപ്പെടട്ടെ. ബന്ധനങ്ങൾ പൊട്ടിച്ചെതറട്ടെ. രോഗപീഠകൾ മാറട്ടെ. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച്, കരങ്ങൾ ഉയർത്തി കണ്ണടച്ച് എല്ലാ നിയോഗങ്ങൾ സമർപ്പിച്ച്, എല്ലാ 7 നിയോഗങ്ങൾ പ്രത്യേകം സമർപ്പിച്ച്, 7 ആവശ്യങ്ങൾ സമർപ്പിച്ച്, 7 ആവശ്യങ്ങൾ സമർപ്പിച്ച്, കൈകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച്, കൈകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച്, കർത്താവിൻ്റെ കാര്യത്തിൽ ഇടപെടുമെന്ന് വിശ്വസിക്കുന്ന മക്കൾ, ഈശോ ജീവിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്ന മക്കൾ, ഈ പരിശുദ്ധ കുർബാന ഈശോ ജീവനോടുണ്ടെന്ന് വിശ്വസിക്കുന്ന മക്കൾ എല്ലാം കൈകൾ ഉയർത്തിപ്പിടിച്ച്, കൈകൾ ഉയർത്തിപ്പിടിച്ച് ഒറ്റ വിളി ഈശോ, ഈശോ. വീണ്ടും വിളിക്കട്ടെ ഈശോ, ഈശോ. കർത്താവ് ആശീർവദിക്കുന്നു. ഈശോ, ഈശോ, ഈശോയേ, ഈശോയേ, ഈശോ, ഈശോയേ, എൻ്റെ ഈശോ, ഈശോയേ. അഭിഷേകം കൊടുക്കണം, അഭിഷേകം കൊടുക്കണം. 2 കരം ഉയർത്തി സംഘം വിളിക്കുന്നു ഈശോ, ഈശോ.